ഹലോ, ഞങ്ങൾ പുതിയ അംഗത്തിന്റെ KYC മറ്റ് ID ടാബിലാണ്. ഇവിടെ നമുക്ക് അടിസ്ഥാന അംഗീകൃത റോഡ് കാണാം. അംഗത്തിന്റെ വെരിഫൈ ആധാർ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് ആധാർ പരിശോധിച്ചുറപ്പിക്കുമ്പോൾ ID ഇവിടെ ദൃശ്യമാകും. KYC അംഗത്തിന്റെ അംഗീകാരം നമുക്ക് കാണാൻ തുടങ്ങുന്നു. നമ്മുടെ ആധാർ അംഗീകരിച്ചു എന്നറിയാൻ പച്ചടിക്ക് മാർക്ക് കാണാം. അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങളുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ അംഗത്തിന്റെ ഉപജീവനമാർഗം എന്താണെന്ന് രേഖപ്പെടുത്തണം. അംഗത്തിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണെന്ന് നിങ്ങൾ കാണണം. അംഗങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡറി ലയബിലിറ്റി ആക്ടിവിറ്റി തിരഞ്ഞെടുക്കണം. STയിൽ ചേർന്നതിനുശേഷം അംഗം ഏതെങ്കിലും ദ്വിതീയ ഉപജീവന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. മൂന്നാമതായി, ഉപജീവന മാർഗമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല തിരഞ്ഞെടുക്കാം. അടുത്ത ഓപ്ഷൻ തസ്തികയും പദവിയുമാണ്. ഇവിടെ നിങ്ങൾ ചേർത്ത അംഗം പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അല്ലെങ്കിൽ SHG അംഗമാണോ എന്ന് തിരഞ്ഞെടുക്കണം. നിങ്ങൾ അത് ഇവിടെ തിരഞ്ഞെടുക്കും. ഇതാണ് മെമ്പർ സെക്രട്ടറി. നമ്മൾ സജീവ നില തിരഞ്ഞെടുക്കും. മുതൽ തീയതി എന്നത് എപ്പോൾ മുതലാണ്, അത് രൂപീകരണ തീയതി മുതലാണ്. ജൂൺ 20 മുതൽ അവരെ തിരഞ്ഞെടുത്തു. നമ്മൾ ഡേറ്റ് തിരഞ്ഞെടുക്കേണ്ടതില്ല, കാരണം ഇപ്പോഴത്തെ തീയതിയിൽ അദ്ദേഹം സെക്രട്ടറിയാണ്. നമ്മൾ ഒപ്പിട്ടയാൾ എന്ന് പറയും, കാരണം അത് ഒപ്പിട്ടയാളായിരിക്കും. അതിനുശേഷം ഇൻഷുറൻസ്, കേഡർ വിശദാംശങ്ങൾ എന്നൊരു ടാബ് ഉണ്ട്. ഈ അംഗത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതേ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യുക. കാരണം അംഗം പുതിയ ആളായതിനാൽ കേഡർ ഇതുവരെ അവിടെ ഉണ്ടാകില്ല. കേഡർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇവിടെ അതേ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യാം. നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യും. ഇൻഷുറൻസിനായി ഞങ്ങൾ അതേ തിരഞ്ഞെടുത്തു, അതിനാൽ ഇൻഷുറൻസ് ടാബ് മാത്രമേ ഞങ്ങളുടെ മുന്നിൽ തുറന്നിട്ടുള്ളൂ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി കേഡറിന് അതേ തിരഞ്ഞെടുക്കുക. അപ്പോൾ കേഡർ വിശദാംശങ്ങൾ നൽകുന്നതിന് ഒരു ടാബ് മാത്രമേ തുറക്കൂ. അംഗ കേഡർ ഇല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തിരികെ പോയി അതേ തിരഞ്ഞെടുക്കുക. തുടർന്ന് വിശദാംശങ്ങൾ സേവ് ചെയ്യുക. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കാര്യ തിരഞ്ഞെടുക്കുക. കാലാവധി പൂർത്തിയാകുന്ന തീയതി എന്തായിരിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ശരി, നമ്മൾ അത് ചെയ്ത് സേവ് ചെയ്യാം. സംഗ്രഹത്തിൽ നിങ്ങൾക്ക് എല്ലാ വിശദാംശങ്ങളും ഇവിടെ കാണാൻ കഴിയും. സംഗ്രഹം ഇവിടെ കാണാം. രക്ഷിക്കും. ശരി, നമ്മൾ അത് ചെയ്യാം. ആഡ് അനദർ മെമ്പർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു പുതിയ അംഗത്തെ ചേർക്കാം. നന്ദി.